ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ പ്രവാചകർ നമ്മെ ബോധ്യപ്പെടുത്തിയ വളരെ വലിയ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുപോയ ഒരു സംഭവമാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ഘട്ടങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടി വരും. നാമും അത്ര പരീക്ഷണങ്ങൾ, ആ രീതികളിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നവരാണ് എന്ന ബോധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പുണ്യ റസൂല് പറയാണ് 2-3 ആളുകളെ കുറിച്ച്. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, കുരുട് എന്നിങ്ങനെ 3 രീതികളിലുള്ള പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കഴിഞ്ഞു പോകുന്നവർ. ദരിദ്രത്തിൻ്റെ പടുക്കുഴിയിലാണ് ഈ 3 പേരുമുള്ളത്. ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ എന്ന് പറയാൻ ഇവർക്കൊന്നുമില്ല. ആളുകളുടെ പരിഹാസങ്ങൾ, സാമ്പത്തികമായി ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ആളുകളിലുള്ള അവഗണനകൾ, ഇങ്ങനെ സമൂഹത്തിൻ്റെ താഴേ തട്ടിൽ സ്വപ്നങ്ങളെല്ലാം മരവിച്ച, നാളെ എന്ത് എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ തികച്ചും പകച്ചു നിൽക്കുന്ന, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളിൽ ഹതഭാഗ്യർ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ ഒരു വേള സ്രഷ്ടാവായ അള്ളാഹു ഇവരെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ആ പരീക്ഷണം അള്ളാഹു നടപ്പിലാക്കുന്നു. എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. അള്ളാഹു ഒരു മാലാഖയെ നിയോഗിക്കുകയാണ്. ഈ മാലാഖ അതിൽ ഒരുവൻ്റെ അടുക്കൽ വരികയും വെള്ളപ്പാണ്ട് പ്രയാസപ്പെടുന്ന ആ മനുഷ്യനെ സമീപിച്ചുകൊണ്ട് മനുഷ്യ രൂപത്തിൽ വന്ന ആ മാലാഖ ചോദിച്ചത്രേ, നിന്റെ ജീവിതത്തിൽ നീ ഏറെ സങ്കടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നിന്റെ ജീവിതത്തിലുള്ള ഈ ഒരു വിഷാദത്തിന് എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമില്ല, എൻ്റെ വെള്ളപ്പാട് തന്നെയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എന്നെ ചേർക്കാൻ അവർക്ക് കഴിയില്ല, എനിക്ക് പോകാൻ കഴിയില്ല, മാന്യന്മാരുടെ മുന്നിൽ എനിക്ക് സ്ഥാനമില്ല, നാട്ടിൽ ഈ വെള്ളപ്പാണ്ട് ആയതിൻ്റെ പേരിൽ തികച്ചും അവഗണന നേരിടുന്ന ഒരാളാണ് ഞാൻ. അത് എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. മാലാഖ പറഞ്ഞു, അങ്ങനെയാണോ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കൈകൊണ്ട് ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് സ്പർശിച്ചപ്പോൾ വളരെ പെടുന്നനെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ മാറുന്ന രോഗം മാറിയ വെള്ളപ്പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ മനുഷ്യനെ അള്ളാഹു എത്തിക്കുന്നു. അവൻ വല്ലാതെ സന്തോഷവാനായി. എന്ന് മാത്രമല്ല, ഈ മാലാഖ അവനെ വിളിച്ചു പറഞ്ഞു,
നിനക്ക് ഞാനൊരു ഒട്ടകം തരാം. ഈ ഒട്ടകത്തിനെ നീ എന്ത് ചെയ്യണം? നീ എടുത്തോ, നീ വളർത്തിക്കോ, നിനക്ക് സമ്പാദ്യത്തിന് വേണ്ടി ഞാൻ നൽകുകയാണ് എന്ന് പറഞ്ഞൊരു ഒട്ടകത്തിനെ നൽകി ആ മാലാഖ അവിടെ നിന്ന് യാത്രയാവാണ്. രണ്ടാമത് മലക്ക് സമീപിച്ചത് കുഷ്ഠരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ രോഗിയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും സമാനമായ അവസ്ഥ. അതേ പറഞ്ഞത്, പ്രയാസം മറ്റൊന്നുമില്ല, ഈ കുഷ്ഠരോഗം കൊണ്ട് ആളുകൾ അടുപ്പിക്കുന്നില്ല. ഓക്കെ, ആ മാലാഖ സെട്ടാവിൻ്റെ നിയമം നടപ്പിലാക്കുകയാണ്. ആ മനുഷ്യൻ്റെ കുഷ്ഠരോഗമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മുക്തനാവുകയും ഈ മലക്ക് അദ്ദേഹത്തിനൊരു പശുവിനെ ഏൽപ്പിച്ചു എന്നാണ്. എന്നിട്ടൊരു സമ്പാദ്യമായി നീ എടുത്തോ എന്ന് പറഞ്ഞ് മൂന്നാമതായി മാലാഖ മറ്റൊരാളെ സമീപിക്കുന്നു. അത് കുരുടനെയായിരുന്നു. കുരുടൻ്റെ അടുക്കൽ മലക്ക് എത്തുകയും നേരത്തെ പറഞ്ഞത് പ്രകാരം താല്പര്യപ്രകാരം കണ്ണിന് കാഴ്ച തിരിച്ചു നൽകുകയും അങ്ങനെ ഒരു ആടിനെ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. മൂന്ന് രോഗികൾ രോഗാവസ്ഥകളിൽ നിന്ന് മുക്തി നേടി അവർക്ക് ചെറിയ തോതിലുള്ള ഒരു സമ്പാദ്യത്തിന് വക നൽകുകയും ചെയ്തു. ഒരാൾക്ക് ഒട്ടകം, രണ്ടാമന് പശു, മൂന്നാമന് ആട്. വർഷങ്ങൾ പലതും കഴിഞ്ഞു. ഇവരുടെയൊക്കെ ജീവിതാവസ്ഥ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 3 പേരും നല്ല സമ്പന്നതയുടെ ഉത്തുംഗതയിൽ വിരാജിക്കുകയാണ്. കാരണം മലക്ക് കൊടുത്ത ഒട്ടകം ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, അതൊരുപാട് കുഞ്ഞുങ്ങളായി. അങ്ങനെ അദ്ദേഹം വലിയ സമ്പന്നനാകുന്നു, നാട്ടിലെ പ്രമാണിയാകുന്നു. പശു ഏൽപ്പിച്ചവനും ഇതേ പ്രകാരം സാമ്പത്തിക പുരോഗതി യാർജിച്ച നാട്ടിൽ കൊള്ളാവുന്ന ഒരു VIP-കളിൽ അദ്ദേഹത്തിനെയും എണ്ണപ്പെടുന്ന വിധം അള്ളാഹു അദ്ദേഹത്തെയും എത്തിക്കുകയാണ്. മൂന്നാമൻ്റെ കഥയും സമാനം തന്നെയായിരുന്നു. ആടുകളിൽ നിന്ന് ബറക്കത്തുണ്ടായി, രോഗാവസ്ഥയ്ക്ക് മാറി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മലക്കിൻ്റെ രണ്ടാമതൊരു വരവ്. ആദ്യം പറഞ്ഞത് പ്രകാരം വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെട്ട ആ സമ്പന്നൻ്റെ അടുക്കൽ, അക്കാലത്ത് അദ്ദേഹം വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ മലക്ക് സമീപിക്കുന്നു. വളരെ ദയനീയമായ ഒരു ഭിക്ഷാടന വേഷത്തിൽ ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്പം സമ്പത്ത് വേണം, സഹായിക്കണം. ആ മനുഷ്യൻ പറഞ്ഞത്രേ, ഇവിടെ സഹായിക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഈ മലക്ക് അങ്ങോട്ട് പറയാണ്, നിങ്ങളൊരു കാലത്ത് എന്തൊക്കെയായിരുന്നല്ലോ, നിങ്ങളുടെ ചെറുപ്പം, നിങ്ങൾ ആദ്യകാലം നിങ്ങൾ ആലോചിക്കണില്ലേ? ആ മനുഷ്യൻ അത് ഓർത്തെടുക്കാൻ പോലും വിസമ്മതിക്കുന്നു. ഇത് മാത്രമല്ല, സമ്പന്നതയുടെ ആ ഒരു അഹങ്കാരത്തിൽ എല്ലാം മറന്ന് ഈ മലക്കിനെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന ഒരു ഘട്ടം. മലക്ക് രണ്ടാമത്തെ ആളെ വീണ്ടും സമീപിക്കുകയാണ്. അഥവാ പശുവിനെ നൽകുകയും കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടുകയും അങ്ങനെ ആ നാട്ടിൽ സമ്പന്നനായി അറിയപ്പെടുകയും ചെയ്ത അവനെ സമീപിക്കുകയാണ്. മലക്ക് പ്രകാരം സാമ്പത്തികമായി സഹായം ചോദിക്കുന്നു. മലക്കിനെ തിരിച്ചറിയാതെ ആ മനുഷ്യനും ആട്ടിയോടിക്കുന്നു. പൂർവികരായി കിട്ടിയ സമ്പാദ്യമാണെന്ന് കള്ളം പറയുന്നു. മൂന്നാമതായും ഈ മലക്ക് സമീപിച്ചത് കുരുടൻ അഥവാ കണ്ണിന് കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്ന അള്ളാഹു ആടുകൊണ്ട് അനുഗ്രഹിച്ച ആ മനുഷ്യനെ അവൻ്റെ അടുക്കലേക്കായിരുന്നു. അവൻ്റെ അടുക്കൽ മലക്ക് കാര്യം പറയുന്നു, സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, അവിടെ സംഭവിച്ചത് ഈ കുരുടൻ ഈ മലക്കിനോട് പറയുന്നു, ഈ കാണുന്ന ആടുകളൊക്കെ ഒരു പറ്റം ആട്ടിൻ പറ്റത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അതൊക്കെ എനിക്കുള്ളതാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആരുമായിരുന്നില്ല, എനിക്ക് സമ്പാദ്യമുണ്ടായിരുന്നില്ല, കണ്ണിന് കുരുടായിരുന്നു. എന്നാൽ ഒരു മലക്കിൻ്റെ ഇടപെടൽ മൂലം അള്ളാഹു എനിക്ക് കണ്ണിന് കാഴ്ച തിരിച്ച് നൽകിയതാണ്.
ഇത് മാത്രമല്ല, ഈ കാണുന്ന ആടുകളൊക്കെ അന്ന് അദ്ദേഹം നൽകിയ അതിൻ്റെ തലമുറകളാണ്. അതുകൊണ്ട് ഞാൻ സാമ്പത്തികമായി എനിക്ക് തന്നതൊക്കെ അള്ളാഹുവാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് മലക്കിനോട് തിരിച്ചു ചോദിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ തരാൻ ഞാൻ സർവ്വത്മന സന്നദ്ധനാണ്. ആ മലക്ക് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു പോലും, അള്ളാഹുവെ ഈ മനുഷ്യനിൻ്റെ ബർക്കത്ത് ചെയ്യണേ. ഞാൻ മറ്റു 2 പേരെ അള്ളാഹു പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുകയും ഈ മൂന്നാമതായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മറക്കാതെ അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ മലക്കിൻ്റെ മുന്നിൽ രക്ഷപ്പെടും വിധം അദ്ദേഹം, ആ കുരുടൻ, തൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ഓർത്തെടുത്തുകൊണ്ട് സങ്കടത്തോടെ മലക്കിന് മുന്നിൽ പറഞ്ഞപ്പോൾ ഈ 3 പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഈ മൂന്നാമനായിരുന്നു. നമ്മളും ജീവിതയാത്രയാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിലൊരു മലക്ക് വന്ന് ഒരു പരീക്ഷണത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചില്ലെങ്കിലും കൃത്യമായി നമ്മൾ ഓരോ ആളുകളും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കിടയിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലും പരീക്ഷണങ്ങളിൽ വിധേയരാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ എങ്ങനെ നമ്മളെ പരീക്ഷിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഏത് പ്രയാസഘട്ടങ്ങളാണെങ്കിലും അതെല്ലാം തൃണവൽക്കരിക്കാൻ, അതെല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മാർഗത്തിൽ പിടിച്ചു നിൽക്കാൻ, അതിജയിക്കാൻ, അതിനുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കരുണക്കടലായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.